ജാനകി പറയും, നകുലനെ അറിയാം. വിവാഹ നിശ്ചയ സമയത്താണ് അറിയുന്നത് നകുലൻ ഒരു സൈക്കോ ആയിരുന്നു. എനിക്ക് ഉറപ്പായിട്ട് അറിയാം അവരും ഇതിൻ്റെ പിന്നിലെ ഒത്തുകളി നടത്തിയിട്ടുണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ട് വൈഗ പറയും, നിങ്ങൾ പുറത്തിരിക്കുക, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അവർ പുറത്തു പോയി കഴിയുമ്പോൾ വൈഗ മനസ്സ് പറയും, അവൻ മെടുക്കനാ, എല്ലാം മുൻകൂട്ടി കണ്ട് തിരക്കഥ എഴുതി പ്ലാൻ ചെയ്തു. ജാനകി ലോക്കപ്പിൻ്റെ അടുത്ത് വന്നിട്ട് അബിയെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അബി അവരോട് അമലും സക്കീർ ഭായിയും ചോദിക്കുമ്പോൾ അവർ പറയും അവർ പുറത്തുണ്ട്, അകത്ത് വന്ന് അബിയേട്ടനെ കാണാനുള്ള കരുത്തില്ലെന്ന് പറഞ്ഞ് അവർ പുറത്ത് നിൽക്കുന്നത്. അമല് വീട്ടിൽ ഡോറിൽ ഇങ്ങനെ മുട്ടാണ്. എത്ര മുട്ടിയിട്ടും അപർണ ഡോറ് തുറക്കുന്നില്ല. അമല് പറയും, തുറന്നില്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കുന്നു പറയും. ആ സമയത്ത് അപർണ വന്ന് ഡോറ് തുറക്കും. എന്നിട്ട് എന്താ നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കും. അമല് പറയും, ഇപ്പം ഇറങ്ങണം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അപർണയെ അവിടുന്ന് പിടിച്ചു വലിക്കുകയാണ്. ആ സമയത്ത് അജയും കൂടി വന്ന് ഇടപെടും. അജയ് ചോദിക്കും, അവൾ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോകാനാ? അമല് പറയും, ഇവള് കാരണാ അബിയേട്ടൻ ഇപ്പം ജയിലിൽ കിടക്കുന്നത്. ഇവള് സേനൻ്റെ ഭാര്യയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതാ. നീ എന്തൊക്കെ കളി കളിച്ചാലും അബിയേട്ടൻ പുറത്തു വരും. പിന്നെ ഈ വീട്ടിൽ നീ ഉണ്ടാവില്ല. അബിയേട്ടനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഞാൻ ക്ഷമിക്കില്ല. അബിയേട്ടൻ കഴിച്ചിട്ട് എനിക്ക് മറ്റാരും ഉള്ളൂ എന്നൊക്കെ അമല് പറയും. അമല് താഴത്തോട്ട് വരുമ്പോൾ ജാനകി വയ്ക്കും, നീ അപർണയായിട്ട് വഴക്കിട്ടോ എന്നൊക്കെ ചോദിക്കും. അമല് പറയും, അവളെ ഇനി ഇവിടെ നിന്ന് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. അവളെൻ്റെ ഭാര്യയായിട്ടാണോ ഏടത്തിയുടെ അനിയത്തിയായിട്ടാണോ ഇവിടെ നിർത്തേണ്ടത്? അതിൻ്റെ ഉത്തരം കൂടി ഏടത്തി പറയണം. അവൾ കാരണം എൻ്റെ ഏട്ടൻ ഇപ്പം ജയിലിൽ കിടക്കുന്നത്. ഇതെൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിയുടെ വീടാ. എനിക്കിവിടെ ഒരു അവകാശവും ഇല്ല. അപർണയെ ഇറക്കിവിടാൻ ഏട്ടത്തി സമ്മതമല്ലെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. ജാനകി പറയും, അബിയേട്ടന് ഇവിടെ ഇല്ലാത്തപ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ കലഹങ്ങളൊക്കെ ഉണ്ടായ അബിയേട്ടന് വിഷമാവും. അമല് പറയും, ഈ കേസിന് പിന്നിൽ ഇന്ദ്രജയുണ്ട്. ഇന്ദ്രജയും അപർണയും കൂടെ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും. ജാനകി അറിയും, ഈ കേസ് കോടതി വരെയല്ലേ പോവുള്ളൂ. അന്ന് അബിയേട്ടൻ ഹോസ്പിറ്റലിൽ ഉണ്ടായെന്നുള്ളതിന് തെളിവുണ്ട്. അമല് പറയും, നാളെ ഒരു ദിവസം കൂടി ഞാൻ കാക്കും. അബിയേട്ടനെ വിട്ടയച്ചില്ലെങ്കിൽ അവളെ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. പൊന്നു അബിയെ പറ്റി ചോദിക്കുമ്പോൾ രാധാമണി ഓരോന്ന് പറഞ്ഞ് പൊന്നുവിനെ സമാധാനിപ്പിക്കും. ജാനകി അങ്ങോട്ട് വന്നിട്ട് രാധാമണിയോട് അമല് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. രാധാമണി ജാനകിയോട് പറയും, സേനൻ ആത്മഹത്യ ചെയ്തത് തന്നെയാണ്. അതെങ്ങനെ അമ്മയ്ക്ക് അറിയാമെന്ന് ജാനകി ചോദിക്കുമ്പോൾ രാധാമണി പറയും, സ്വന്തം അച്ഛനെ പാതി ജീവനിലെ കെട്ടിത്തൂക്കുന്നത് ഒളിഞ്ഞു കണ്ട മകളാണ് ഞാൻ. ഞാൻ കൂടി കാരണമാണ് സേനൻ മരിച്ചത്. ആ വിധി കാലം കാത്തുവെച്ചതായിരുന്നു. എന്നിട്ട് രാധാമണി ജാനകി ഹോസ്പിറ്റലിൽ കിടന്ന അന്ന് സേനൻ കാണാൻ വന്ന കഥ പറയാണ്.